സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. വിവാഹം ആശീർവദിക്കുന്നവൻ. സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും. തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. മർക്കോസ് 10:6-9 വരെ. പുരോഹിതൻ തൻ്റെ ജീവിതത്തിൽ എത്രയോ വിവാഹങ്ങൾ ആശീർവദിച്ചിരിക്കുന്നു. എത്രയോ വിവാഹങ്ങൾക്ക് അവൻ സാക്ഷിയായിരിക്കുന്നു. അവൻ ആശീർവദിക്കുന്ന ഓരോ വിവാഹവും ഒരു കുടുംബത്തിനുള്ള ആരംഭം കുറിക്കലാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലുള്ള പങ്കാളിത്തമാണത്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു പുരുഷനെയും സ്ത്രീയെയും പരസ്പരം ഏറ്റവും പ്രിയപ്പെട്ടവരാക്കി മാറ്റുന്ന പുണ്യമുഹൂർത്തം. ആ ധന്യ സംഭവത്തെ പുരോഹിതൻ യേശുവിൻ്റെ സ്ഥാനത്ത് നിന്ന് അനുഗ്രഹിക്കുന്നു. വിവാഹമെന്ന കൂദാശ പരികർമ്മം ചെയ്തുകൊണ്ട് അവൻ സഭയിലും സമൂഹത്തിലും ഒരു പുതിയ കുടുംബത്തിന് അടിസ്ഥാനമിടുന്നു. ഗുരുവും നാഥനുമായ യേശുവിൻ്റെ നാമത്തിൽ വിവാഹം ആശീർവദിക്കാനും ഒരു കുടുംബത്തിന് തുടക്കം കുറിക്കാനുമായി പുരോഹിതന് ലഭിച്ചിരിക്കുന്ന വിശിഷ്ടാധികാരം എത്രയോ ശ്രേഷ്ഠവും ഉത്തരവാദിത്വപൂർണവുമാണെന്ന് അവനറിയാം. ഏറെ സ്നേഹത്തോടും ആദരത്തോടും ശ്രദ്ധയോടും കൂടെയാണ് പുരോഹിതൻ ഈ കൂദാശ പരികർമ്മം ചെയ്യുന്നത്. ഈ കൂദാശയിലൂടെ ദമ്പതിമാർ മരണം വരെ പരസ്പരം വിശ്വസ്തയോടെയും സ്നേഹത്തോടെയും ജീവിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്ത് ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നു. സഭയെ വിശ്വസിച്ചുകൊണ്ടാണ് അവർ ഈ ഉടമ്പടി നടത്തുന്നത്. ഇരുഭാഗത്തു നിന്നും ഈ ഉടമ്പടി ലംഘിക്കപ്പെടില്ല എന്ന ഉറപ്പ് സഭയുടെ നാമത്തിലാണ് അവർക്ക് ലഭിക്കുന്നത്. സഭയുടെ പ്രതിനിധിയായി പുരോഹിതൻ ആ ഉടമ്പടിക്ക് സാക്ഷിയാകുന്നു. വിവാഹം ആശീർവദിക്കുക മാത്രമല്ല പുരോഹിതൻ ചെയ്യുന്നത്. തുടർന്നുള്ള അവരുടെ ജീവിതയാത്രയിൽ അവൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും അവരോടുകൂടെ എപ്പോഴും ഉണ്ടാകും. ആ ദമ്പതിമാരുടെ ജീവിതത്തിൽ ദിവ്യമായ ഒരു കരുതൽ പുരോഹിതൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അവർക്ക് വേണ്ടി പുരോഹിതൻ നിരന്തരം പ്രാർത്ഥിക്കുന്നു. അവരുടെ സന്തോഷത്തിനു വേണ്ടിയും ദാമ്പത്യ വിശ്വസ്തതയ്ക്ക് വേണ്ടിയും കുടുംബ സമാധാനത്തിനും ഭദ്രതയ്ക്കും വേണ്ടിയും അവർക്കുണ്ടാകുന്ന മക്കൾക്ക് വേണ്ടിയും അവരുടെ നന്മയ്ക്കു വേണ്ടിയുമെല്ലാം അവൻ പ്രാർത്ഥിക്കുന്നു. വിവാഹദിനത്തിൽ അവരനുഭവിക്കുന്ന ആന്തരിക സന്തോഷവും പരസ്പര സ്നേഹവും വിവാഹത്തിൻ്റെ രജത ജൂബിലിയും കനക ജൂബിലിയും കഴിയുമ്പോഴും ഏറ്റവും പുതുമയോടെ അവരുടെ ജീവിതത്തിൽ നിലനിൽക്കണമേ എന്ന് അവൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കാനായിൽ വെച്ച് നടന്ന കല്യാണ വിരുന്നിൽ പങ്കെടുക്കാൻ ചെന്ന യേശുവും പരിശുദ്ധ അമ്മയും അവിടെ വീഞ്ഞു തീർന്നു പോയ സാഹചര്യത്തിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റി അവരെ സഹായിച്ചു. അതുപോലെ താൻ ആശീർവദിക്കുന്ന ദമ്പതിമാരുടെ ജീവിതത്തിലും ഇപ്രകാരം അപ്രതീക്ഷിതങ്ങളായ കുറവുകളും ബുദ്ധിമുട്ടുകളും സംഭവിക്കുമ്പോൾ അതിനെ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ നേരിടാൻ പുരോഹിതൻ അവരെ സഹായിക്കുന്നു. അവർക്കെപ്പോൾ വേണമെങ്കിലും പുരോഹിതൻ്റെ അടുത്ത് ചെല്ലാം. കർത്താവിൻ്റെ വഴിയിലൂടെയുള്ള അവരുടെ യാത്രയിൽ സഹയാത്രിയായി അവനുണ്ട്.
ധ്യാനം. വിവാഹം ആശീർവദിക്കാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷാധികാരമോർത്ത് ദൈവത്തിന് നന്ദി പറയുക. ഞാൻ ഈ അടുത്തയിടെ ആശീർവദിച്ച ഏതാനും വിവാഹ ആഘോഷങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. വിവാഹമെന്ന കൂദാശയിലൂടെ ഞാൻ ആശീർവദിച്ചിരിക്കുന്ന എല്ലാ ദമ്പതിമാരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.